ഗതാഗതവും തെരുവുനായ ആക്രമണവും ചർച്ചയാക്കി പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പട്ടാമ്പി നിള ആശുപത്രി കുളപ്പുള്ളി IPT റോഡ് നവീകരണ പ്രവർത്തികളുടെ ചർച്ചയോടെയാണ് പ്രതിമാസ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ആരംഭിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായി. പട്ടാമ്പി ബൈപ്പാസ് റോഡ് അതിൽ നിന്ന് ഒരു കമാനം നമ്മുടെ ബഡ്ജറ്റിൽ വെച്ച് അതിനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ ആ ബൈപ്പാസ് വന്ന് കയറി കുറച്ചും കൂടെ അപ്പുറത്ത് ആണ് അവർ പ്രപ്പോസ് ചെയ്തത്. അത് നമ്മൾ പോയപ്പോ പകുതി സമയം വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ അനുമതി വരാതിരുന്നുകൊണ്ടാണ് ആ പദ്ധതി നമ്മൾ ബൈപ്പാസ് റോഡ് മാത്രമാക്കി അവസാനിപ്പിക്കേണ്ടി വന്നു. അത് കിഫ്ബി ഫീസബിൾ അല്ല എന്ന് പറഞ്ഞിട്ട്. കാരണം കുറച്ചപ്പുറത്ത് ഹൈറ്റ് ഇല്ല, വെള്ളത്തിൽ പാടത്തിനടുത്തായതുകൊണ്ട് ഇല്ല. നിലവിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സീനിയർ മാനേജറെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, DRMനെ കണ്ടിട്ടുണ്ട്. ഇത് കണ്ട് സംസാരിക്കുകയും ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പറയുകയും ചെയ്തു. പക്ഷെ അതിനൊരു അനുമതിയായിട്ട് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇതൊരു വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട MP-യോടും നമുക്ക് ഈ കാര്യങ്ങൾ പറയാം. പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയൊരു ഗുണമായിരിക്കും. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി പുരോഗമിക്കുന്നതായി ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. നിലവിൽ സർവേ പൂർത്തിയായി. സ്കെച്ച് തയ്യാറാക്കുന്ന മുറയ്ക്ക് ഒഴിപ്പിക്കൽ ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. താലൂക്ക് പരിധിയിലെ റിസർവേ ഡിജിറ്റൽ സർവേ നടപടികൾ പുരോഗമിക്കുന്നതായും പരാതിയുള്ളവർ പോർട്ടൽ വഴി പരിശോധിക്കണമെന്നും അധികൃതർ യോഗത്തിൽ അറിയിച്ചു. തെരുവുനായ ശല്യത്തിന് പരിഹാരമുണ്ടാകണമെന്ന് കൌൺസിലർ KR നാരായണസ്വാമി ആവശ്യപ്പെട്ടു. പട്ടാമ്പി പടിഞ്ഞാറേ കമാനത്തിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കുകയോ ഫ്ലൈ ഓവർ നിർമ്മിക്കുകയോ വേണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഗവൺമെന്റ് ആശുപത്രി ഭാഗത്തേക്ക് ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ബജറ്റിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുഹസിൻ MLA യോഗത്തിൽ അറിയിച്ചു. അടിപ്പാതയുടെ കാര്യത്തിൽ MP-ക്കാവും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുക എന്നും MLA പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ NK അബ്ദുൽ ലത്തീഫ്, രതി ഗോപാലകൃഷ്ണൻ, MK ബേബി ഗിരിജ, തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ ഗിരിജ ദേവി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.